എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഈ കല്യാണം നടക്കാൻ നീ ആഗ്രഹിക്കുന്നത്, ആ കാര്യം നടക്കാതിരിക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പെണ്ണിന് കല്യാണം എന്നത് പ്രതികാരം ചെയ്യാനുള്ള അവസരമാണ്. അതിന് ഈ ബാലമാഷ വഴി തുറന്നു കൊടുക്കില്ല. മക്കളെ, മാഷെ, കല്യാണം നടന്നില്ലെങ്കിൽ കരയോർക്കാരുണ്ട് ഇവിടെ, അവരുടെ മറുപടി പറയും. ഞാൻ എന്തിനു മറുപടി പറയണം? നീ എന്റെ ആരാ? എന്റെ മനസ്സിൽ നീ എന്നൊരു ജന്മം ഇല്ല. എന്നെ മറികടന്ന് താൻ ഇവിടുന്ന് പോകുന്ന എനിക്കൊന്ന് കാണണം. അച്ഛനെ തടയാൻ നീ ആയിട്ടില്ല. ചേട്ടനാണെന്നും ഞാൻ നോക്കില്ല, കൊന്നുകളയും ഞാൻ. അതെന്റെ അച്ഛന് വേണ്ടി ആവുമ്പോ സന്തോഷത്തോടെ ചെയ്യും. അരവിന്ദേട്ടാ, ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തിനാ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ? മാഷേ, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? ആലോചിക്കാൻ ഇനി ഒന്നുമില്ല. ഇവന്റെ നല്ലതിനു വേണ്ടി മാത്രമാണ് എന്റെ ഈ തീരുമാനം. അതേ എനിക്കിപ്പോ പറയാനുള്ളൂ. നീ പറഞ്ഞൊരു വാക്ക് ഓർമ്മയുണ്ടല്ലോ, കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല ഈ നാട്ടിൽ തന്നെ പോയിക്കോളാന്ന്. ആ വാക്ക് നീ പാലിക്കുന്ന ഞാനങ്ങ് വിശ്വസിക്കുന്നു. ബാലമ്മേ, ഓ മാഷേ, നമ്മുടെ മോന്റെ കല്യാണം നടത്തി കൊടുക്കണം പ്ലീസ്. മാറിക്ക് മാഷേ, പോവല്ലേ മാഷേ. മാഷേ പ്ലീസ്. മാറിക്ക്. ഇല്ല. മോനെ വേണ്ട. അയ്യോ അയ്യോ, വേണ്ട വേണ്ട, ഒന്നും ചെയ്യല്ലേ. അയ്യോ. ഗോവിന്ദ, ഗോവിന്ദമ്മേ, നമ്മളെ പൊന്നു, നീയാണോ അങ്ങേരെ ഇവിടെ കെട്ടിയിട്ടത്? പറയുമോളെ. അല്ല, ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ആന്റിക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയാം മാഡം, ഇതുപോലത്തെ ചീപ്പ് കാര്യങ്ങളൊന്നും മാഡം ചെയ്യില്ലെന്ന്.